മുഖത്തുണ്ടാവുന്ന കറുത്ത കുത്തുകുത്തുകൾ പോലുള്ള പുള്ളികൾ ഒരുപാട് പേര് പ്രാരംഭഘട്ടത്തിൽ ശ്രദ്ധിക്കാറില്ല. പക്ഷേ ഇത് കുറച്ചുകൂടെ നല്ല ഡാർക്കായിട്ട് വന്നു തുടങ്ങുമ്പോഴായിരിക്കും എല്ലാവരും ശ്രദ്ധിക്കുന്നത്. എന്താണ് ഈ പുള്ളികൾ? ഇതിനാണ് ഫ്രക്കിൾസ് എന്ന് പറയും. സാധാരണഗതിയിൽ ഒരു 35 വയസ്സിന് ശേഷം ഒരു 40 വയസ്സിനോടനുബന്ധിച്ചൊക്കെയാണ് കൂടുതലും ഫ്രക്കിൾസ് നമുക്ക് കാണാവുന്നത്. ഈ ഫ്രക്കിൾസ് സാധാരണ കണ്ടുവരുന്നത് പെട്ടെന്ന് എല്ലാവരും നോക്കുമ്പോൾ അല്ലെങ്കിൽ ആദ്യമേ എല്ലാവരും ചിന്തിക്കുന്നത് ഒരു മറുകായിരിക്കും എന്നാണ്. ഫ്രക്കിൾസിനെ പലപ്പോഴും മറുകുമായിട്ട് തെറ്റിദ്ധരിക്കപ്പെടാറുണ്ട്. എന്നാൽ ഇത് മുഖത്തോ അല്ലെങ്കിൽ കഴുത്തിലോ നമ്മളുടെ മറ്റ് ശരീരഭാഗത്ത്, അതായത് നമ്മൾ പുറത്തൊക്കെ ഒരുപാട് കുത്തുകളായിട്ട് വരുമ്പോഴാണ് പലപ്പോഴും ഇത് മറ്റെന്തോ ആണെന്നുള്ള സംശയം എല്ലാവർക്കും പോകുന്നത്. ഫ്രക്കിൾസ് എന്ന് പറയുമ്പോൾ ശരിക്കും ഇപ്പം ഇത് വളരെ ഭംഗിയായിട്ട് തന്നെ നമുക്ക് ചികിത്സിക്കാൻ പറ്റും. ഫ്രക്കിൾസ് പ്രാരംഭത്തിൽ വളരെ ഡൾ കളർ, അതായത് വളരെ ലൈറ്റ് ആയിട്ടുള്ള ഒരു ബ്രൗൺ കളറിലായിരിക്കും വരുന്നത്. അത് ക്രമേണ അതിൻ്റെ കളറ് കൂടും, അതായത് ഡാർക്ക് കളർ അല്ലെങ്കിൽ ബ്ലാക്ക് കളറിലേക്ക് മാറുകയാണ്. ഈ ബ്ലാക്ക് കളറിലേക്ക് മാറണമെങ്കിൽ അതിന് ചില കാരണങ്ങൾ കൂടിയുണ്ട്. അമിതമായിട്ടുള്ള സൂര്യരശ്മികൾ ഇതിൻ്റെ നിറത്തിനെ കൂട്ടും. അതായത് ഈ ഫ്രക്കിൾസ് ഉള്ള ആളുകൾ കൂടുതലായിട്ട് സൺ എക്സ്പോഷറോ അല്ലെങ്കിൽ ചൂട് അധികമായിട്ട് അവരുടെ ഈ ഭാഗത്ത്, അതായത് ഈ മുഖത്തോ കഴുത്തിനോ ഒക്കെ അടിക്കുകയാണെങ്കിൽ ഈ ഫ്രക്കിൾസ് കൂടുതലായിട്ട് ഡാർക്കർ കളറിലേക്ക് മാറും. പിന്നെ പാരമ്പര്യമായിട്ടും ചില ആളുകൾക്ക് ഈ ഫ്രക്കിൾസ് വരാറുണ്ട്. അപ്പം ഇതിനെ ഇന്ന് നമുക്ക് എന്ത് ചികിത്സയുണ്ടെന്നുള്ളതാണ് ഒരു വിഷയം. കാരണം ഏറ്റവും നല്ല ട്രീറ്റ്മെൻറ്റ്സ് തന്നെ നമുക്കിന്ന് കോസ്മെറ്റോളജി ക്ലിനിക്കുകളിൽ ലഭ്യമാണ്. വളരെ സിമ്പിളായിട്ട് കൂടി ഇതിനെ ട്രീറ്റ് ചെയ്യാൻ പറ്റും. കാരണം ഇപ്പോൾ നമുക്കറിയാം ഹോം റെമഡീസായിട്ട് പോലും പലരും ഇതിന് ട്രീറ്റ്മെൻറ്റ് ചെയ്യാറുണ്ട്. ഏറ്റവും നല്ലൊരു ഹോം റെമഡി എന്ന് പറയുന്നത് നമ്മുടെ തൈര് തന്നെയാണ്. സിമ്പിളായിട്ട് നമ്മുടെ തൈരിൽ അടങ്ങിയിട്ടുള്ള ലാക്റ്റിക് ആസിഡ് മതി ഈ ഒരു ഫ്രക്കിൾസിനെ നല്ല രീതിയിൽ ഡള്ളാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നിങ്ങൾക്കൊരു ഹോം റെമഡി ആയിട്ട് സ്വീകരിക്കാൻ പറ്റുന്ന ഒരു മാർഗ്ഗമാണ് തൈര് നിത്യേന മുഖത്ത് അപ്ലൈ ചെയ്യുക. അതായത് കുറഞ്ഞതൊരു 20 മിനിറ്റെങ്കിലും ഒരല്പം തൈര് ഈ ഭാഗത്തൊക്കെ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ ക്രമേണ ഇതിൻ്റെ ആ ഒരു തീക്ഷ്ണമായ നിറം ഒന്ന് മങ്ങി വരുന്നതായിട്ട് കാണാൻ പറ്റും. ഇനി ഇത് കൂടാതെ തന്നെ ധാരാളം ചികിത്സാ രീതികളും ഇപ്പം ലഭ്യമാണ്. അപ്പം ഏറ്റവും നൂതനമായിട്ടുള്ള ലേസർ ചികിത്സകൾ ലഭ്യമാണ്. വലിയ അങ്ങനെ ഒരു തരത്തിലുള്ള സൈഡ് എഫക്റ്റോ ഒന്നും കൊടുക്കാത്ത രീതിയിൽ തന്നെ വളരെ ഭംഗിയായിട്ട് തന്നെ ലേസർ ട്രീറ്റ്മെൻറ്റ്സ് നമുക്ക് ഫ്രക്കിൾസിന് ചെയ്യാൻ പറ്റും. ഇത് കൂടാതെ വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ട്രീറ്റ്മെൻറ്റ്സ് ഉണ്ട്. പ്ലാസ്മ പെന്നൊക്കെ ഉപയോഗിച്ചിട്ട് ഈ ഫ്രക്കിൾസിനെ മാറ്റി മുഖം നല്ല ഭംഗിയാക്കി വയ്ക്കാനായിട്ട് വളരെ സിമ്പിളായിട്ട് തന്നെ പറ്റും. അതുകൊണ്ട് ഫ്രക്കിൾസ് അല്ലെങ്കിൽ ഈ കറുത്ത പുള്ളികൾ നിങ്ങളുടെ മുഖത്തുണ്ടെങ്കിൽ കൂടുതലൊന്നും വിഷമിക്കേണ്ട. കാരണം അതിന് ഏറ്റവും നല്ലൊരു കോസ്മെറ്റിക് ക്ലിനിക്ക് അല്ലെങ്കിൽ ഏറ്റവും നല്ലൊരു എസ്തെറ്റിക് ഫിസിഷ്യനെ കണ്ട് അതിൻ്റെ പരിഹാരം നിങ്ങൾക്ക് തീർച്ചയായിട്ടും എടുക്കാവുന്നതാണ്. ഇനി ഫ്രക്കിൾസ് ഉള്ളവർ ശ്രദ്ധിക്കേണ്ട കാര്യം, പുറത്ത് പോകുന്ന സമയത്ത് ഉറപ്പായിട്ടും നിങ്ങളുടെ മുഖത്ത് ഒരു മോയ്സ്ചറൈസറും സൺസ്ക്രീനും അപ്ലൈ ചെയ്യാൻ ഒരിക്കലും മറക്കല്ലേ. കാരണം നിങ്ങളുടെ സ്കിന്നിന്, നിങ്ങളുടെ ആ ഒരു ഫേസിൻ്റെ ടോണിന് ഏതാണോ സൺസ്ക്രീൻ ചേരുന്നത് അത് മാത്രം തന്നെ അപ്ലൈ ചെയ്യുക. അത് നല്ല രീതിയിൽ പുറത്ത് പോകുമ്പോൾ നിങ്ങൾ അപ്ലൈ ചെയ്തിട്ട് പോവുകയാണെങ്കിൽ ഇതിലേക്ക് ഏൽക്കുന്ന ചൂടിൻ്റെ അളവ് അല്ലെങ്കിൽ ആ ഒരു സൂര്യരശ്മികളുടെ ആ തീക്ഷ്ണമായ ഉള്ളൊരു ബുദ്ധിമുട്ട് നമുക്ക് തീർച്ചയായിട്ടും ഒഴിവാക്കാനായിട്ട് കഴിയും.